പേഴ്സണലി പറയുകയാണെങ്കിൽ രേണുവിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രേണുവിന് ഒരുപാട് എക്സ്പോഷേഴ്സ് കിട്ടി. രേണുവിന് ഇഷ്ടമുള്ള രീതിയിൽ രേണു അത് യൂട്ടിലൈസ് ചെയ്തു, അങ്ങനെയൊക്കെയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, രേണുവിന്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് രേണുവിന്റെ സർക്കിളിലുള്ള ഒരു എന്താ പറയാ പെർഫോമൻസും കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും ക്യാമറയൊക്കെ കണ്ടപ്പോൾ അത് മാത്രമല്ല, രേണു പറയുന്നുണ്ടായിരുന്നല്ലോ രേണുവിന് ഒരു ട്രോമ വന്നു, വീട്ടുകാരെ കാണാൻ പറ്റില്ല എന്നൊക്കെ. മേ ബി 70 ക്യാമറയോ 80 ക്യാമറയോ അങ്ങനെയൊക്കെ അല്ലേ. സോ അവർക്ക് ബാക്ക് ടു അവരുടെ വീട്ടിലേക്ക് പോകണം എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും. അവരൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലാന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ അവര് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ ബിഗ് ബോസ് ടീമായിട്ട് അവരടുത്ത് പോയിക്കോളാൻ പറഞ്ഞല്ലോ. അവർക്ക് പോകണം എന്ന് പറഞ്ഞത് കൊണ്ട് ലൈക്ക് കമ്പനി അവരെ ഓക്കെ എന്നാ പോയിക്കോളൂ എന്ന് പറഞ്ഞതല്ലേ. അങ്ങനെ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ലൈക്ക് ആദ്യം ഉണ്ടായിരുന്ന രേണുവിൽ നിന്ന് ഇപ്പൊ ബിഗ് ബോസ് വരെ രേണു എത്തിയിരിക്കുകയാണ്. ഈ ആര്യൻ റെനയോട് ശരിക്കും മോശമായിട്ട് പെരുമാറി തോന്നുന്നുണ്ടോ? എടാ, നമ്മള് സർട്ടിഫിക്കറ്റ് മാറ്റണോ? എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ? ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് ഇനിയിപ്പോ ലാലട്ടം വരട്ടെ. ബട്ട് എന്ത് ഗെയിം ആണെങ്കിലും എന്താണെങ്കിലും ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ആര്യന്റെ പെട്ടി കയറി കടന്നിട്ടല്ലേ അവനെ ചെയ്ത്, അല്ലെങ്കിൽ പ്രശ്നമുണ്ടോ? സംസ്ഥാനമുണ്ട് ഈ പ്രാവശ്യത്തെ ഈ സീസണിൽ കയറിയിരിക്കുന്ന പെൺകുട്ടികൾ, അതായത് പെണ്ണുങ്ങളായിട്ടുള്ളവർ, യുവതികളായിട്ടുള്ളവർ പുരുഷന്മാരൊരു കാർഡായിട്ട് ഉപയോഗിക്കുന്നു. അതായത് ഇപ്പൊ ടച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു കാർഡ് ആമ്പിള്ളേർ അതിൽ സേഫ് അല്ലാന്ന് പറയുന്നത്. സേഫ് അല്ലെന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ബിഗ് ബോസിൽ ആമ്പിള്ളേർ സേഫ് അല്ലാന്ന്. ആമ്പിള്ളേർക്ക് എന്താ അവരെ നോക്കാനുള്ള ഇതില്ലേ? അവരുടെ ഗെയിം കളിക്കട്ടെ, ഗേൾസിന്റെ ഗെയിം കളിക്കട്ടെ. ഈ ഫിസിക്കൽ ഗെയിം ആകുമ്പോൾ എന്തായാലും ടച്ചിങ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊരു കാർഡായിട്ട് ഉപയോഗിക്കുന്ന പറയാം. എനിക്ക് ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന അന്തിമ തീരുമാനം ബിഗ് ബോസിന്റെയും ലാലേട്ടന്റെയാണ്. എന്തൊക്കെയാണെങ്കിലും ലൈക്ക് എന്തെങ്കിലും എലിഗേഷൻസ് പറയുന്നുണ്ടെങ്കിൽ വിത്ത് പ്രൂഫ് വരട്ടെ. അത് എന്താ പറയാ, പ്രൂവ് ചെയ്യണം. അല്ലാതെ വെറുതെ ഒരു എലിഗേഷൻ ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴാണ് ലൈക്ക് അതിന് റെലവൻസി ഉണ്ടാവും. ഇപ്പൊ ഒനിലിനെതിരെയുള്ള ആരോപണത്തിന് അത് ഓൾറെഡി ക്ലിപ്പിംഗ്സ് കാണിച്ചു. അത് വീഴാൻ തുടങ്ങിയപ്പോ സ്വാഭാവികം, അതിലൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. ലക്ഷ്മി പിന്നെ ആരായിരുന്നു? മസ്താനി. ഓക്കെ അതൊക്കെ സ്വാഭാവികല്ലേ. ഇപ്പം ഞാനിപ്പോ തന്നെ ടച്ച് ചെയ്തെന്ന് വെച്ചിട്ട് അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മസ്താനി ദേ വന്നത് ഹാപ്പിയാണല്ലേ? മാസ്ക് ഒന്ന് മാറ്റി കാണിച്ചു. മസ്താനി ദേ വന്നതാ പോയിന്ന് പോലെ അല്ലേ? ഇഷ്ടമായിരുന്നു മസ്താനിനെ? അതൊക്കെ ഓരോരുത്തരുടെ ലക്ക് ഫാക്ടർ പോലെ ഇരിക്കും. അങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു അല്ലേ മസ്താനി ബിഗ് ബോസിൽ? മസ്താനി പല ഗെയിം പ്ലേസും സ്ട്രാറ്റജീസ് ഒക്കെ വിചാരിച്ച് വന്നിട്ടുണ്ടാവാം, പക്ഷെ ഒന്നും വർക്ക്ഔട്ട് ആയില്ല. ആരും തള്ളിവിട്ട പോലെ തോന്നുന്നുണ്ട് മസ്താനി അവിടെ പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന്. മസ്താനി തീരുമാനിച്ചു, മസ്താനി പോയി, ബാക്കി ജനങ്ങൾ തീരുമാനിച്ചു, മസ്താനി തിരിച്ചു വന്നത്. അത്രേ ഉള്ളൂ. അത് എന്താ പറയാ, നമ്മുടെ ലക്ക് ഫാക്ടറും അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മസ്താനിയുടെ രീതിയിലുള്ളൊരു ഗെയിം പ്ലേ കളിച്ചു, പക്ഷെ നമ്മുടെ ലക്ക് ഫാക്ടറും കൂടി ഉണ്ടല്ലോ. പക്ഷെ മസ്താനിക്കെതിരെ ഭയങ്കര നെഗറ്റീവ് കാമ്പയിൻ വരുന്നുണ്ട്. അതായത് ഇതിന്റെ അതൊക്കെ ശരിയാവും. അതായത് 2 ദിവസം ലൈക്ക് ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് ആൾക്കാരെ ഡിസ്കസ് ചെയ്യും. നാളെ നിങ്ങൾ വേറെ വല്ല പെർഫ്യൂം വരുമ്പോ അതിന്റെ പിന്നാലെ പോകും. അത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ തിങ്സ്. ലക്ഷ്മിക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പോകും. ഇല്ല, ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല, എനിക്കത് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാതെ ബിഗ് ബോസ് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല. എന്നെ ഇത്തവണയും വിളിച്ചിരുന്നു, കഴിഞ്ഞ വർഷവും വിളിച്ചിരുന്നു, അതിന് മുമ്പത്തെ വർഷവും വിളിച്ചിരുന്നു. 2 3 തവണ പോവാത്തതുകൊണ്ട് അടുത്ത വർഷം എന്നെ എന്തായാലും വിളിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ബിഗ് ബോസിനോട് തിരിച്ചിട്ട് എന്താ പറയാ, ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല വിളിക്കുന്ന ലൈക്ക് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ സാറ്റലൈറ്റ് ചാനലിൽ കൈരളിയിലായിരുന്നു. അതിനുശേഷം ഏഷ്യനെറ്റിലായിരുന്നു ഞാൻ മൈലാഞ്ചി ടെലിവിഷൻ അവാർഡ്സ് അങ്ങനെയൊക്കെ ഷോസ് ഒക്കെ ചെയ്തത്. അതിന് ശേഷമാണ് ഫ്ലവേഴ്സിൽ വന്നത്. ഫ്ലവേഴ്സിൽ വന്നപ്പോഴാണ് ലൈക്ക് സ്റ്റാർ മാജിക് ടമാർ പടറൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഏഷ്യനെറ്റിൽ നമുക്കറിയുന്ന എന്താ ഓഫീസേഴ്സ് അല്ലെങ്കിൽ അറിയുന്ന ഡയറക്ടേഴ്സ് ഒക്കെ തന്നെയാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ പേര് ഞാൻ പറയണില്ല, ഇപ്പം നമ്മൾ തമ്മിൽ സൗഹൃദം ഉണ്ട്. അപ്പം നാളെ ഇപ്പം ബിഗ് ബോസിൽ നമ്മൾ പോയി പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ആ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കളയണോ? ഞാനില്ല, പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ സ്റ്റിൽ ഐ ലവ് ദ ഷോ. ലൈക്ക് ബിഗ് ബോസിൽ വന്ന് പോകുന്നവരുടെ എക്സ്പോഷറൊക്കെ നിങ്ങൾക്ക് അറിയാലോ. കുറേയൊക്കെ ഭാഗ്യം വേണം, കുറേയൊക്കെ നമ്മുടെ ഗെയിം പോലെ ഇരിക്കും. ബട്ട് എങ്ങനെയാണെങ്കിലും ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലാതെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ്. ഭയങ്കര ചോദ്യങ്ങളാണ് കേട്ടോ. താടി ഇമേജിന്റെ ഭയമല്ല. എത്ര ആൾക്കാർ വിശ്വസിക്കുന്നുള്ളത് എനിക്കറിയില്ല. അതാണ് അനുവിനെ വ്യത്യസ്തമാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ഇമേജ് കോൺഷ്യസ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഞാൻ ഇമേജ് കോൺഷ്യസ് ആണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എൻ്റെ ഈ ഹൈറ്റും വെയിറ്റും മാത്രമേ ഉള്ളൂ. എനിക്ക് അതിനുള്ള തൊലിക്കെട്ടിയില്ല. അതാണ് സത്യം. ഞാൻ എന്നെ തന്നെ തുറന്നു പറയാലോ, ഞാൻ അത്ര ബോൾഡിനെസ് അല്ല. ഞാൻ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. അതുകൊണ്ടാണ്. ഉത്തരം കിട്ടിയോ ഡാഡി? ശരി പോരെ. അടുത്ത ബിഗ് ബോസ് ഞാൻ ഡയറക്റ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നു. കാരണം
ഫുൾ ബിഗ് ബോസിന്റെ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ പറഞ്ഞ പോലെ. നിവിൻ ജെൻഡർ റിവീൽ ചെയ്തിട്ടില്ല ഭയങ്കര പ്രശ്നമാണ്. എന്തിനാണ് നമുക്കത് അറിഞ്ഞിട്ട് എന്തിനാ? നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഈ ചോദ്യം തന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് അവരുടെ ഇഷ്ടമല്ലേ, അവരവരുടെ ജെൻഡർ എന്തോ ആയിക്കോട്ടെ, ലെറ്റ് ദം ലീവ്, അവര് ജീവിച്ചോട്ടെ. അവരുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ നവീന്റെ ക്ലോസ് ആൾക്കാർക്കും ലൈക്ക് പൊന്നാര കുട്ടിയാണ്. ഇപ്പൊ നവീൻ എത്ര ഫാൻസ് ഉണ്ട് നവീന്. എനിക്ക് ആക്ച്വലി നവീന്റെ ഗെയിം ഭയങ്കര ഇഷ്ടമാണ്, കുസൃതികൾ ഇഷ്ടമാണ്, അതുപോലെ തന്നെ കട്ടെടുക്കുന്നത് ഇഷ്ടമാണ്. ഷാനവാസൊക്കെ പറയുന്നു മോശമായിട്ട് ഇരിക്കുന്നു തൊടുന്നൊക്കെ പറയുന്ന രീതിയിൽ. ഞാൻ കണ്ടിട്ടില്ല തൊടുന്നത്, നിങ്ങൾ കണ്ടോ? പറഞ്ഞതല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കാണിക്കട്ടെ. ഞാൻ കണ്ടിട്ടില്ല. ഈ ജെൻഡർ റിവീലിംഗ് അതിനോടൊന്നും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം തള്ളി പറയാ. നാളെ എങ്ങനെയായിരിക്കും നമ്മുടെ ജനറേഷൻ എന്നുള്ളത് ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയല്ലേ, നിങ്ങളുടെ കമ്മ്യൂണിറ്റി അങ്ങനെയല്ലേ എന്ന് പറയാനുള്ള ഒരു അർഹതയും നമുക്കില്ല. നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവരെയും അതുപോലെ തന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളിൽ ഒരുപാട് പേരുണ്ട് ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ. പക്ഷെ അങ്ങനെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി നിർത്താറില്ല, അവരെ ചേർത്ത് പിടിക്കാറേ ഉള്ളൂ. അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ടു എവരിവൺ. എന്താ കേട്ടില്ല? അനീഷ്, അനു. അനു ഫ്രണ്ട് ആയതുകൊണ്ടല്ല, അനുവിനെ നന്നായിട്ട് നമുക്ക് അടുത്തറിയാം. അനുവിൽ നിന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു ഗെയിം പ്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രാറ്റജീസ്, ഒരു ഗെയിം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അനു ലൈക്ക് കോമഡി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവളൊരു ബിഗ് ബോസിൽ ചെന്നപ്പോൾ അവള് ബിഗ് ബോസ് മെറ്റീരിയലായി. സോ അവൾ അസലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. നമ്മൾ നല്ലതിനെ നല്ലതെന്ന് പറയണ്ടേ, അല്ലാതെ അനുവിനെ പരിചയമുള്ളത് കൊണ്ടല്ല. ഇപ്പൊ അനീഷ് അസലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അനീഷ് ഒരു കോമണറാണ്, എന്നിട്ടും അനീഷ് കളിക്കുന്നുണ്ട്. കുറച്ച് കണ്ടസ്റ്റൻസ് പോയല്ലോ, അതിൽ ആരുടെ ഗെയിം കൂടുതൽ അടിപൊളിയായിട്ട് വരുന്നത്? ജിഷൻ ചേട്ടൻ, ജിഷൻ മോഹൻ അറിയില്ലേ? യെസ്, ജിഷന്റെ ഗെയിമാണ് എനിക്ക് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യണേ. ആരാണ് കോമണർ? എനിക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം അനീഷിന്റെ വീടിന്റെ തൊട്ട് നൈബറാണ്. ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ആങ്കർ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു എപ്പിസോഡിൽ അനീഷ് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തൃശ്ശൂരിൽ ഒരു ആങ്കറായിട്ട് ലൈക്ക് ലോക്കൽ ചാനലിൽ ഷോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത്. ആ ഒരു ആങ്കർ ഞാനാണ്. സോ ഭയങ്കര പ്രൗഡാണ്. അദ്ദേഹം ആ ഒരു സമയത്തൊക്കെ ലൈക്ക് നമുക്കറിയില്ലല്ലോ ഇങ്ങനെയാണെന്ന്. എനിക്ക് ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് അനീഷിന്റെ പ്ലേ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു കോമണറായിട്ട് വന്നിട്ടും ക്യാമറ ഭയം ഒന്നും ഇല്ലാതെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ടുള്ള ഒരു ശൈലിയിലാണ് അനീഷ് ഗെയിം കളിക്കണത്. സോ അനീഷ് എന്തായാലും ടോപ്പ് 5 ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ഞാൻ പ്രഡിക്റ്റ് ചെയ്യാൻ ആരുമല്ല. ഇനി നാളെ കമന്റ് വരുമ്പോ അങ്ങനെ വരരുത്, എന്നാലും പറയുള്ളൂ. അനീഷ് അസലായിട്ട് കളിക്കുന്നത്. എല്ലാ മത്സരാർത്ഥികളൊന്നുമില്ല. ലാലേട്ടനെ പോലുള്ള ഒരു ലെജൻഡ് വന്ന് നിൽക്കുമ്പോൾ കുറച്ച് റെസ്പെക്ട്ഫുൾ ആയിട്ട് ചിലവർക്ക് സംസാരിക്കാം എന്നുള്ള ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയിരുന്നു. ബട്ട് അതിനുള്ള തക്കതായിട്ടുള്ള ശിക്ഷകൾ സ്പോട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി അവർക്ക് അറിവില്ലായ്മയായിരിക്കാം. പക്ഷെ ലാലേട്ടനോടൊക്കെ നമ്മൾ എത്ര പൊളൈറ്റ് ആയിട്ട് വേണം. അതും പല കണ്ടസ്റ്റൻസിന്റെയും ഭാഗത്ത് തെറ്റുണ്ടായിട്ട് വരെ അവർ ആർഗ്യൂ ചെയ്യുന്ന രീതിയും റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്നൊക്കെ ആയിട്ട് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു. അത് അവര് കണ്ടറിഞ്ഞ് ബിഹേവ് ചെയ്യട്ടെ. ഗസ്റ്റ് ആയിട്ട് കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. ശോഭ, ഞാൻ ആ എപ്പിസോഡ് സത്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഷിയാസ് ആ ഒരു ലൈക്ക് അനുവിന്റെ പ്ലാച്ചി എടുത്ത് എറിയുന്നത് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എപ്പിസോഡ് ത്രൂ ഔട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ശോഭയും ഷിയാസും റിയാസും അല്ലേ, ഞാൻ പ്രൊമോ കണ്ടിട്ടുണ്ടായിരുന്നു. യെസ്, ഷിയാസിന്റെ ഒരു ഗെയിം അവിടെ വർക്ക്ഔട്ട് ചെയ്തു. അനുവിന് അത് ഹേർട്ട് ചെയ്തു. ഷിയാസ് അതൊരു ഗെയിം പ്ലാൻ ആയിട്ട് ചെയ്തതായിരിക്കാം. അങ്ങനെ അയ്യോ, അത് നമ്മൾ പറയാൻ ആരുമല്ല. എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും ഇഷ്ടം എന്നല്ല. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നത്തെ എപ്പിസോഡിൽ ആരായിരിക്കും എന്തായിരിക്കും ഗെയിം സ്ട്രാറ്റജി കൊണ്ടുവരണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ വിശദമായിട്ട് പഠിച്ചിട്ട് ഞാൻ റിയാസ് പോയതിനു ശേഷം ലക്ഷ്മിക്ക് കുറച്ചുകൂടി വോട്ട് കിട്ടി തോന്നുന്നു. ലക്ഷ്മിന് കുറച്ച് ആൾക്കാരും കൂടി സ്നേഹിച്ചു തുടങ്ങി തോന്നുന്നു. അതും റിയാസിന്റെ ഒരു പൈസ കണ്ടിട്ടാണ്. ഞാൻ ആ എപ്പിസോഡ് കണ്ടിട്ടില്ല. റിയാസ് കാരണം അങ്ങനെ ഒരാൾക്ക് വോട്ട് കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെടുത്തേന്നേ. എല്ലാവരും നന്നായിട്ട് കളിക്കട്ടെ, ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ നോക്കട്ടെ, ഗ്രൂപ്പായിട്ട് കളിക്കാതെ. ഇപ്പം അനു
നല്ല രീതിയിൽ ലൈക്ക് ഗെയിം കളിക്കുന്നുണ്ട്. അനുവിലൂടെയാണ് പലതും പോകുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇത്തവണത്തെ സെലക്ഷൻ എല്ലാം കുറച്ചധികം ന്യൂ ജനറേഷൻസ് ആയി എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശ്വേത ചേച്ചി, ശ്വേതാ മേനൻ, ലക്ഷ്മി പ്രിയ, അങ്ങനെ കുറച്ച് സീനിയേഴ്സും കൂടെ ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനത്തെ ഒരു സെലക്ഷനിലേക്ക് പോയിട്ടില്ല. മേ ബി അതുകൊണ്ടായിരിക്കും. രജിത്തേട്ടൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മേ ബി. പക്ഷേ ബിഗ് ബോസ് ഒന്നും കാണാതെ ഏഷ്യനെറ്റ് ചെയ്യില്ലല്ലോ. അത് വഴിയെ ആ ഒരു ഗെയിം ഒക്കെ 7ന്റെ പണി എന്നല്ലേ പറഞ്ഞിട്ടില്ലേ, നമുക്ക് വഴിയെ കാണാം എന്തായാലും.